മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ഇങ്ങനെ രാത്രിയായപ്പോൾ കമലനെ ഫോണിൽ വിളിക്കണേ. അപ്പോൾ എന്നാ വൈജയന്തിനൊക്കെ എന്നാ പറ്റി എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ് ഒരു സമാധാനമില്ല കമലടുത്തി. എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കും. അവളിപ്പോൾ വേലക്കാരിയായി വന്നിട്ട് ഇപ്പോൾ അവളാണ് വീട്ടുകാരി. ബാലേന്ദ്രനെ എന്തിനും അവൾ മതി. ബാലേന്ദ്രന് ഊണ് വാരി കൊടുക്കാനും ചായ കൊടുക്കാനും പരിചരിക്കാനും അവൾ മതി. ഭാര്യയായ ഞാനോ മക്കളോ പോലും അവളുടെ അനുവാദം മേടിച്ചിട്ട് വേണം മുകളിലേക്ക് കയറിപ്പോകാൻ. എനിക്കിതിങ്ങനെ കൊണ്ടു കിടക്കാൻ പറ്റില്ല കമലടുത്തി എന്ന് പറയും. പിന്നെ നീ എന്നാ ചെയ്യാൻ പോകണമെന്ന് ചോദിക്കും. അമ്മയ്ക്ക് എന്തായാലും അടുത്ത ചെക്കപ്പ് വരില്ലേ, അമ്മയ്ക്ക് സുഖപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് കമല ചോദിക്കുന്നു, നീ അമ്മനോട് പറയുന്നു പറഞ്ഞപ്പോൾ അമ്മനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അമ്മ അഭിനയിക്കണേ, അമ്മ അസുഖമൊക്കെ മാറി എന്നിട്ട് അമ്മ അഭിനയിക്കണേ അലീനെ പറഞ്ഞു വിടാണ്ടിരിക്കാൻ. എന്തായാലും ചെക്കപ്പ് എടുത്ത് വരില്ലേ, ചെക്കപ്പ് കഴിയുമ്പോൾ ഞാൻ അവിടെ കൊണ്ടുവിടുന്നുണ്ട് അമ്മനെ കൊല്ലപ്പള്ളിയിൽ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ കമല ആകെ ഞെട്ടണം. അയ്യോ, കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവരുമോ ഇങ്ങനെ ആലോചിച്ചിട്ട്. നീ ഇപ്പോൾ തൽക്കാലം അവിവേകമൊന്നും ചെയ്യാൻ നിൽക്കണ്ട, അവളെ പറഞ്ഞയക്കാൻ നിൽക്കണ്ട എന്ന് പറയും. ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേന്ന് ചോദിക്കും. ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ ആര് നോക്കും എന്ന് ചോദിക്കും. ഞാൻ നോക്കും, ഞാനില്ലേ ഇവിടെ എന്ന് പറയും. മക്കളില്ലേ എന്ന് പറയും. നിനക്ക് ഓഫീസിൽ പോകണ്ടേ വൈജയെന്ന് പറയും. ഞാൻ ലോങ് ലീവ് എടുക്കും, അതും കിട്ടിയില്ലെങ്കിലും ജോലി റിസൈൻ ചെയ്യും, എന്നാലും കുഴപ്പമില്ല, അവളിവിടെ വെച്ച് വാഴിപ്പിക്കില്ല എന്ന് പറയും. നീ നല്ലോണം ആലോചിച്ചിട്ട് ഒന്ന് എന്നെ തിരിച്ച് വിളിക്കാൻ പറയും. ശരി കമലടുത്തി എന്ന് പറയും. കമലയ്ക്ക് ആകെ ടെൻഷനാവുന്നു. അമ്മ എന്നാ മാരണം വീണ്ടും വീട്ടിലേക്ക് വന്നാൽ കമലയുടെ സ്വസ്ഥത പോകും, കമല നോക്കേണ്ടി വരുമല്ലോ. അതാണ് കമലയ്ക്ക് ടെൻഷനും പേടിയും. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് നമ്മുടെ ഗേറ്റ് കടന്നു കഴിഞ്ഞിട്ട് ഒരു കാറ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഗോവർദ്ധനാണ് ഇറങ്ങണത്. ഗോവർദ്ധൻ വരുമ്പോൾ വാതിലൊക്കെ തുറന്നു എടുക്കുന്നുണ്ട്, എന്നാലും ഒരു മര്യാദയ്ക്ക് ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ബെല്ലടിക്കുമ്പോൾ എന്നിട്ട് ബെല്ലടിച്ചെങ്കിലും അകത്തേക്ക് കയറി വരും. അപ്പോൾ അലീന വന്ന് ചോദിക്കും, ആരാന്ന് ചോദിക്കും. ഞാൻ ഗോവർദ്ധനൻ, ബിസിനസ് അവിടുത്തെ മാനേജറുമാണ്, എൻ്റെ അളിയനാണ് ബാലചന്ദ്രൻ എന്ന് പറയും. അതെ, സാറിനെ കാണണമെന്നുണ്ടെങ്കിൽ അനുവാദം മേടിക്കണം എന്ന് പറയും. ഞാൻ അളിയനാണെന്ന് പറയും. അത് ആരായാലും സ്വന്തം മക്കളാണെങ്കിൽ പോലും ചോദിച്ചിട്ട് കയറാവുന്നതാണ് ബാലേന്ദ്ര സാറിൻ്റെ ഇപ്പോഴത്തെ ഓർഡർ എന്ന് പറയും. ശരി, ചോദിച്ചിട്ട് വായോ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് അലീന മുകളിലേക്ക് പോകുമ്പോൾ വൈജയന്തി വരും. ഗോവർദ്ധന, നീ എന്താ ഇവിടെ നിൽക്കണേ, കയറി പോകണില്ല മുകളിലേക്ക്, ചോദിക്കാൻ പോയേക്കണം, നീ അനുവാദമൊന്നും ചോദിക്കണ്ട, നീ പോയിക്കോ മുകളിലേക്ക് കാണാമെന്ന് പറയും. പോകുമ്പോൾ നീ ഇവിടുന്ന് അളിയൻ മുകളിലേക്ക് താമസം മാറിയ കാര്യമൊക്കെ നീ ചോദിക്കണം കേട്ടോ എന്ന് പറയും. എന്നാ ചേച്ചി, എന്നാ കാര്യത്തിന് മുകളിലേക്ക് മാറിയത്? ഭ്രാന്ത്, ഡോക്ടർ പറഞ്ഞിട്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു ഡോക്ടർമാർ ലോകത്തുണ്ടാ, ഹാർട്ട് പേഷ്യൻറ്റിനെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ, ഇത് വേറെ സൂക്കേടെന്ന് പറയും. എന്തായാലും ഗോവർദ്ധനൻ പിന്നാലെ പോകണ്. അലീന ചെന്ന് ബാലേന്ദ്രനോട് പറയണേ, ഗോവർദ്ധനൻ സാർ വന്നിട്ടുണ്ട്, വരാൻ പറയുമെന്ന് പറയും. അപ്പോഴത്തേനും അയാൾ അങ്ങോട്ട് കയറി വരും. അലീന, ഇത് എൻ്റെ മാനേജർ മാത്രമല്ല കേട്ടോ, എൻ്റെ പെങ്ങളുടെ ഭർത്താവ് കൂടി എന്ന് പറഞ്ഞ്. അറിയാം സാറേ എന്ന് പറയും. ബാലേന്ദ്രൻ, നമ്മുടെ ഗോവർദ്ധന എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ എന്ന് പറയും. കൊടുക്കാം എന്ന് പറയും. എന്നാൽ പോയി എടുത്തുകൊണ്ട് വാ എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ്റെ കയ്യിൽ ഫയലൊക്കെ കൊടുക്കും. എനിക്ക് ചോദിക്കും, ചേട്ടൻ എന്താ മുകളിലേക്ക് താമസം മാറിയത്, ചേച്ചി വല്ലാത്ത വിഷമത്തിലാണല്ലോ എന്ന് പറയും. ചേച്ചിയുടെ വിഷമം അവിടെ നിൽക്കട്ടെ, എൻ്റെ സ്വസ്ഥതയും എൻ്റെ ഹാർട്ടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ ഭാര്യയും ചോദിക്കും, അതായത് എൻ്റെ പെങ്ങൾ, ചേട്ടൻ എന്തിനാ ചേച്ചിക്ക് ഇഷ്ടമില്ലാണ്ട് അവളെ ഈ വീട്ടിൽ നിർത്തിയേക്കണേന്ന്. അപ്പോൾ പറഞ്ഞേക്കണം നീ എൻ്റെ സെക്രട്ടറി എന്ന്. അപ്പോൾ പറയും, സെക്രട്ടറിയോ? അഡീഷണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടോ ചേട്ടാന്ന് ചോദിക്കും. ഇപ്പം ഉണ്ട്, ഇന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. വൈജയന്തി നിന്നെ കാണുമ്പോൾ ചോദിക്കും, ബാലേന്ദ്രൻ എന്ത് പറഞ്ഞാലും ഇതിനെക്കുറിച്ചെന്ന്. അപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, അഡീഷണൽ സെക്രട്ടറി എന്ന്. അവളത് ആലോചിച്ച് തല പോയുമ്പോഴത്തേനും നിനക്ക് നിൻ്റെ വീട്ടിലെത്താമെന്ന് പറയും. അപ്പോഴത്തേനും അലീന ജ്യൂസായി വരും. ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മുടെ ഗോവർദ്ധനം പറയും, നല്ല ജ്യൂസ് ഇട്ടോ എന്ന് പറയും. അത് എന്നോടല്ല അവളോട് പറയണ്ടേന്ന് പറയും. നല്ല ജ്യൂസ് ഇട്ടോ അലീന എന്ന് പറയും. ശരി, താങ്ക്സ് സാർ എന്ന് പറയും. എന്നിട്ട് അലീന താഴത്തേക്ക് പോകും. ഗോവർദ്ധനം പിന്നാലെ വരും. അപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കുമായിരിക്കും വൈജയന്തി. കാത്തു നിൽക്കും. വൈജയന്തി ചോദിക്കും, നീ ചോദിച്ചാ ചേട്ടനോട് എന്താ മുകളിലേക്ക് താമസം മാറിയതും അലീനൻ എന്താ പറഞ്ഞു വിടാത്തതെന്നും? അവളെ അഡീഷണൽ സെക്രട്ടറി ആക്കി വെച്ചു എന്നാണ് പറയുന്നത്. അഡീഷണൽ സെക്രട്ടറിയോ, അതെന്നാ പറയും. എനിക്കറിയില്ല ചേച്ചി എന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഗോവർദ്ധനം പോവുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ അലീനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് വൈജയന്തി. അപ്പോഴത്തേനും ഗോവർദ്ധനം വീട്ടിലെത്തി. പിന്നീട് അലീനനെ അങ്ങനെ വിളിക്കണടി, ഇങ്ങോട്ട് വന്നേടി എന്ന് പറയും. വിളിക്കും. എന്നിട്ട് പറയും, നിന്നെ ഞാൻ അധികം ഇവിടത്ത് വെച്ച് താമസിപ്പിക്കില്ല, ഞാൻ പുറത്ത് പോയി വരട്ടെ, എന്നിട്ട് കാണിച്ചാൽ ഇത് നിന്നെ ഞാൻ വലിച്ചു പുറത്തിടും ഞാൻ നാളെ എന്ന് പറയുന്നു. എന്നിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ പോകണ്. അപ്പോൾ ബബി വന്ന് ചോദിക്കുന്നു, അമ്മയ്ക്ക് എന്നാ പറ്റിയെന്നോ എന്ന് പറയും. അവളുടെ അനുവാദം മേടിച്ചിട്ട് വേണ്ടേ മുകളിലേക്ക് കയറി പോകാൻ.
നിങ്ങൾ അച്ഛനെ ചോദ്യം ചെയ്യാം, 3 മക്കളുണ്ടായിട്ട് നിങ്ങൾക്ക് അച്ഛനോട് ചോദിക്കാൻ പറ്റിയോ? പഴംവിഴുങ്ങികൾ, നിങ്ങൾ എന്നോട് കൂടുതലൊന്നും പറയണ്ട, ഞാൻ എവിടെ വേണേലും പോകും, എൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് വൈജയന്തി കാറിൽ കയറി പോകും. അലീന മുത്തശ്ശിയുടെ അടുത്തേക്കും പോവും. മുത്തശ്ശിയോട് ചെന്ന് പറയും. മുത്തശ്ശി ചോദിക്കും ഇങ്ങോട്ട്, ഗോവർദ്ധനം വന്നോ എന്ന് ചോദിക്കും. ആ വന്നു, അവനെ ആ കടരേയും ജ്വല്ലറിയിലൊക്കെ മാനേജറാണ്, അവൻ നന്നായി നോക്കുമെന്ന് പറയും. ഒരു പേപ്പറൊക്കെ ഉണ്ടായിരുന്നു കയ്യിലെന്ന് പറയും. പിന്നെ മേഡം എന്നായിട്ട് വഴക്കിട്ട് പോയിന്ന് പറയും. നിന്നായിട്ട് വഴക്കിടണ എന്നാ കാര്യത്തിന് എന്ന് ചോദിക്കും. ഒന്നും അറിയില്ല, വരുമ്പോൾ എന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് പോയേക്കണ്. ഇതെൻ്റെ കാര്യമോടി പൊന്നു മോളെ, നിന്നെ കാണുമ്പോൾ അവൾക്ക് ഇങ്ങനെ ചൊറിച്ചിൽ എന്ന് പറയും. നീ ഇപ്പം എന്നാ ചെയ്തതെന്ന് ചോദിക്കും. എനിക്കറിയില്ല മുത്തശ്ശി, എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ, അതുകൊണ്ടായിരിക്കും പോയത് എന്ന് പറയും. അവൾ പോട്ടെ എന്നും മുത്തശ്ശിയും പറയും. പിന്നെ നേരെ ചെല്ലുന്നത് കമല കൊല്ലപ്പള്ളിയിലേക്കാണ്. അപ്പോൾ അവിടെ ഹരി ആർക്കാണ്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഇന്ന് കോളേജിൽ പോയില്ലടാ? ഇന്ന് ഓഫല്ലേ ആൻറ്റി, ഹോളിഡേ അല്ലോ, മറന്നു. അല്ലാതെ സാധാ ദിവസം തന്നെ കോളേജിൽ പോകാതെ നിന്നോട് ഹോളിഡേ ദിവസം കോളേജിൽ പോകണമെന്ന് ചോദിക്കാൻ ഞാനല്ലേ പൊട്ടിയെന്ന് പറയും. അമ്മ എൻ്റെ നോക്കി ഉള്ളിലുണ്ടെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ മോള് ടി വിയിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഡാൻസ് തകർത്ത് കളിക്കുന്ന. കൊള്ളാലടി, നീ നന്നായി ഡാൻസ് കളിക്കണ്ടല്ലോ, താങ്ക്സ് ആൻറ്റി എന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റെപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമല അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കമല വരുമ്പോൾ വൈജിയെ നീ എപ്പോൾ വന്നു പറയും. ദേ വന്നോളൂ എന്ന് പറയും. എന്തായി നിൻ്റെ തീരുമാനം? എനിക്ക് ഉടനെ തന്നെ ഒരു ഹോം നേഴ്സിനെ വേണം കമലടുത്തി എന്ന് പറയേ. എന്നാ കാര്യത്തിന്? അവളവിടെ 4 ആൾക്കുള്ള ഫലം ചെയ്യില്ലേ എന്ന് പറയും. ആ ഫലം വേണ്ട, അവളുടെ 4 ആളുടെ ഫലം വേണ്ട, അതുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ചത്. ബാലേന്ദ്രനെ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾക്കും അമ്മനെ നോക്കാനും ഒക്കെ തൽക്കാലം എത്രയും പെട്ടെന്നൊരു ഹോം നേഴ്സിനെ ഞാൻ അവിടേക്ക് കൊണ്ടുവന്നാൽ അവൾ അവിടെ നിന്ന് ഓടിക്കോളും. പിന്നെ 2 ഹോം നേഴ്സിൻ്റെ ആവശ്യം വീട്ടിലില്ലല്ലോ എന്ന് പറയും. ബാലേന്ദ്രൻ എന്നാ പറയുന്നത്? ബാലേന്ദ്രൻ എന്ന് പറയാൻ, ബാലേന്ദ്രൻ്റെ അഡീഷണൽ സെക്രട്ടറി അവളൊന്നും ഇപ്പം അവൾക്ക് പുതിയ നിയമനം കിട്ടി, ഇനി വീട്ടു ജോലിയൊന്നും ചെയ്യേണ്ടെന്ന് അവളോട് അഡീഷണൽ സെക്രട്ടറി എന്ന് പറയും. അഡീഷണൽ സെക്രട്ടറിയോ എന്ന് ചോദിച്ച് നമ്മുടെ കമല ഇങ്ങനെ വൈജയന്തിൻ്റെ മുഖത്തേക്ക് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ വൈജയന്തിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കമലനെ അങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രമോയിൽ കാണിക്കുന്നതാണെങ്കിലോ നമ്മുടെ രേവതിക്കുട്ടിയും അതുപോലെ തന്നെ ഗ്രേസാമിയും അതുപോലെ തന്നെ മാമച്ചായനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് നല്ല കൂത്ത്, സത്യങ്ങൾ അറിയുമ്പോൾ തള്ളിക്കളയേണ്ട ആൾ ചേർത്ത് നിർത്തി, സത്യങ്ങൾ അറിയുമ്പോൾ ചേർത്ത് നിർത്തേണ്ട ആൾ തള്ളിക്കളയുന്നു. ഇതെന്ത് കഥ? അതാണൊന്നും എനിക്ക് മനസ്സിലാവാത്തതെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. ബാലേന്ദ്ര സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറിയതും മുകളിലേക്ക് താമസം മാറ്റിയതും മേഡത്തിൽ നിന്ന് അകലുന്നതും അലീനെ ചേച്ചി ചേർത്ത് നിർത്തുന്നതും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ അലീനനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്കറിയോ? നിനക്കറിയണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്ന് പറയുമ്പോൾ ഒരാളെ എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അച്ഛനെയാണോ അമ്മനെയാണോ നിനക്കറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ഒന്നും മിണ്ടാണ്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലും നമ്മുടെ അലീന അടുത്തത് എന്ത് പറയുന്ന അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുന്നതോടെയാണ് പ്രമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.